ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ക്യാരറ്റ് പോലെയാണ്. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, അതേപോലെ നല്ല ടേസ്റ്റിയുമാണ്. ഒരു പ്രാവശ്യം ഇത് കഴിച്ചാൽ പിന്നെയും കഴിക്കണമെന്ന് തോന്നും. അത്രയ്ക്ക് ടേസ്റ്റാണ്. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് 3-4 ക്യാരറ്റ് വേണം. ക്യാരറ്റ് നന്നായി ക്ലീൻ ചെയ്ത് കഷ്ണങ്ങളാക്കി വേവിക്കാൻ വെക്കണം. വേവിക്കാണ്ടും ഇതുണ്ടാക്കും, പക്ഷേ ഈ ക്യാരറ്റ് വേവിച്ചിട്ടുണ്ടാക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റി. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ക്യാരറ്റ് വെന്ത് കിട്ടും. ക്യാരറ്റ് അധികം ഭയങ്കര അടിയുന്ന പോലെയൊന്നും വേവണ്ട, ജസ്റ്റ് ഒന്ന് വെന്താൽ മതി. അതിനുശേഷം അത് തണിയാൻ വെക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ക്യാരറ്റ് വെന്ത് നന്നായി തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഈ വേവിച്ച ക്യാരറ്റ് ഇടണം. പിന്നെ അതിലേക്ക് 2 അല്ലി ഏലക്കായുടെ തരിയില്ലേ, അത് ചേർത്ത് കൊടുക്കണം. ഇത് നിർബന്ധമില്ല, ചില ആൾക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. പിന്നെ ഇതിലേക്ക് 5 മുട്ടയും 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര, അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്, മധുരം എങ്ങനെ വേണോ അങ്ങനെ. പിന്നെ 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും ചേർത്ത് നന്നായി മിക്സിയിൽ അരച്ചെടുക്കണം. ആദ്യം ഒന്ന് അരച്ചിട്ട് ഞാൻ എടുത്ത് നോക്കിയപ്പോൾ അതിൽ കുറച്ച് കഷ്ണങ്ങൾ കിടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് അരഞ്ഞോന്ന് നോക്കിയിട്ട്, അരഞ്ഞില്ലെങ്കിൽ ഒന്നും കൂടെ നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ക്യാരറ്റ് പോലെ തയ്യാറാക്കാം. ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ചൂടാക്കണം. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കണം. അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് അതൊരു ബ്രൗൺ നിറമാകുമ്പോൾ അതെടുത്ത് മാറ്റി വെക്കണം. ഞാൻ ഇതിൻ്റെ കൂടെ 2 ടൈപ്പ് ഗ്രേപ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അണ്ടിപ്പരിപ്പൊക്കെ മാറ്റിയതിന് ശേഷം സെയിം പാനിലേക്ക് തന്നെ ഈ നമ്മൾ അരച്ച് വെച്ച മിക്സ്ചറില്ലേ, ക്യാരറ്റ് മിക്സ്, അത് ചേർക്കണം. ഇനി നെയ്യൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, അതിൽ തന്നെ ആവശ്യത്തിന് നെയ്യുണ്ട്. അതിലേക്ക് ഈ
ക്യാരറ്റ് മിക്സ് ചേർത്ത് ചെറു തീയിൽ ഫസ്റ്റ് ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കണം. മൂടി വെക്കുമ്പം ഗ്ലാസ് ലിഡാണെങ്കിൽ അതിലൊരു ഹോൾ ഉണ്ടാവില്ലേ, അത് അടച്ചു കൊടുക്കണം. ഞാനതൊരു പേപ്പർ വെച്ചിട്ട് അടച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയില്ലേ എല്ലാം അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 10 to 15 മിനിറ്റ്സ് മതിയാകും. അതിനുള്ളിൽ തന്നെ അത് ക്യാരറ്റ് പൗഡർ റെഡിയാവും. ഇതിലിപ്പോൾ ഒരു 15 മിനിറ്റ്സ് കൊണ്ട് തന്നെ അരികിൽ നിന്നെല്ലാം വിട്ട് വന്നിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ വെന്തോന്ന് നോക്കണമെങ്കിൽ ഒരു ഫോർക്കോ എന്തോ വെച്ചിട്ട് കുത്തി നോക്കിയാൽ മതി, അപ്പം മനസ്സിലാവും. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് പൗഡർ റെഡി ആയിട്ടുണ്ട്. ഇപ്പം തന്നെ ആ പാത്രത്തിൽ നിന്ന് ഇളകി വരുന്നുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനൊരു വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് അമർത്തി കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ അടിഭാഗമാണിത്. കുറച്ചൊരു ബ്രൗൺ നിറമാണ് നല്ലത്, അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയും, പിന്നെ ഹെൽത്തി ആണല്ലോ. ഇനി നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അതേപോലെ കഴിക്കുമ്പോൾ വായിലിട്ടാൽ അലിഞ്ഞു പോകും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.